നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. എഫ് സി ഗോവയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ ഈ സീസണിൽ ആദ്യമായി നേരിട്ടപ്പോൾ എഫ് സി ഗോവയെ പരാജയപ്പെടുത്തി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഡ്യൂറൻ കപ്പിൻ്റെ ഫൈനൽ പ്രവേശം സ്വന്തമാക്കുന്നതായിരുന്നു കണ്ടതെങ്കിൽ പിന്നീട് ഇന്ത്യൻ സൂപ്പർ ലീഗിലായിരുന്നു ഇരു ടീമുകളും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടിയത്. അന്ന് 4-1 തകർപ്പൻ വിജയം സ്വന്തമാക്കിയ എഫ് സി ഗോവ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ സീസണിൽ ഇതുവരെ തോൽവിയറിയാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അന്ന് എഫ് സി ഗോവ നൽകിയ ഷോക്കിൽ നിന്നും കരകയറാൻ പരിശീലകനെ ഉൾപ്പെടെ മാറ്റിയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സീസണിൻ്റെ രണ്ടാം ഘട്ടത്തെ നേരിടുന്നത്. 12 മത്സരങ്ങളിൽ നിന്നും 28 പോയിന്റുകളുള്ള എഫ് സി ഗോവ പട്ടികയിലെ രണ്ടാം സ്ഥാനത്താണെങ്കിൽ അത്രയും തന്നെ മത്സരങ്ങളിൽ നിന്ന് 23 പോയിന്റുകളുമായി 5-ാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. എഫ് സി ഗോവയ്ക്ക് എന്നും മികച്ചതു തന്നെ സമ്മാനിക്കുന്ന ഫത്തോഡയിൽ ഇന്ന് ഇരുവരും ഏറ്റുമുട്ടുമ്പോൾ എഫ് സി ഗോവയ്ക്ക് വിജയിക്കാനായാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായുള്ള പോയിന്റ് വ്യത്യാസം 8 എന്ന മികച്ച നേട്ടത്തിലേക്ക് എത്തുമെന്നിരിക്കെ സമനില കൊണ്ടുപോലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തൃപ്തരാവില്ല എന്നതിനാൽ ഏറ്റവും മികച്ചത് തന്നെ അവരിൽ നിന്നും പ്രതീക്ഷിക്കണമെന്നും പരിക്കേറ്റ താരങ്ങളെ മാറ്റി നിർത്തിയാൽ പോലും ഏറെ കരുത്തരാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നും 6-7 താരങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് കളിയുടെ ഗതി മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ് എന്നും മാനലോ തന്നെ താരങ്ങൾക്ക് മുന്നറിയിപ്പും നൽകുന്നു. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ മാരകമായ ആക്രമണം തടുക്കാൻ അന്ന് ഒഡൈ ഉനിന്ത്യ സന്ദേശ് ജിങ്കൻ സഖ്യമായിരുന്നു മുന്നിൽ നിന്നതെങ്കിൽ ജിങ്കൻ്റെ അഭാവത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെ പരീക്ഷിച്ച ഒഡൈ ഉനിന്ത്യ കാൽമക്യു സഖ്യത്തെ തന്നെയാവും എഫ് സി ഗോവ ഇന്നും കളത്തിലിറങ്ങുക എന്ന് തന്നെ വേണം മനസ്സിലാക്കിയെടുക്കാൻ.